നമസ്കാരം. ജ്യോതിർദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 19 മുതൽക്ക് 25 വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തിലെ എല്ലാ രാശിക്കാർക്കും മേഷാദി 12 രാശിയിലും ഉള്ളവരുടെ സാമാന്യ ഫലനിരൂപണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആഴ്ചയിൽ സൂര്യൻ മേടൻ രാശിയിൽ ആണ്, ഉച്ചത്തിലാണ്. സൂര്യൻ്റെ ഉച്ച രാശിയാണ് മേടം. ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. ശുക്രൻ ഇടവൻ രാശിയിലാണ്. ബുധനും ചൊവ്വയും ശനിയും മീനം രാശിയിലാണ്. ഗുരു അതായത് വ്യാഴം മിഥുനത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ചന്ദ്രൻ്റെയും ഗുളികൻ്റെയും സ്ഥിതി ദിവസേന മാറുന്നു എന്നുള്ളതുകൊണ്ട് അതത്ര കണക്കിലെടുത്തില്ല. സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് മേടൻ രാശിയുടെ ഫലം നോക്കാം. ഈ ആഴ്ച മേടൻ രാശിക്കാർക്ക് സൂര്യൻ ലഗ്നത്തിൽ ആണ്. ആയതുകൊണ്ട് അവർക്ക് വളരെ ആത്മവിശ്വാസം കൂടും. അവരുടെ പ്രവർത്തനശേഷി വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് നേതൃപദവികളിലേക്കും ഒക്കെ എത്താനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ പ്രൊഫഷൻ അഥവാ ജോലി, അതിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും. അതുപോലെ നിങ്ങളുടെ ഒരു നേതൃഗുണവും ഒക്കെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ശുക്രൻ 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഒക്കെയുള്ള ചില പുതിയ വരുമാനങ്ങൾ അഥവാ അധിക വരുമാനങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും നല്ല പെരുമാറ്റം കൊണ്ടും അതായത് ഹൃദ്യമായിട്ടുള്ള സംസാരം കൊണ്ടും ഒക്കെ കുടുംബത്തിലും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ വളരെ മെച്ചപ്പെടും. ആരോഗ്യപരമായിട്ട് നല്ല നില തന്നെയാണ്. പക്ഷേ ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ക്ഷീണം കൊണ്ടുണ്ടായ ഫറ്റീഗ് അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകുന്നില്ല. ഇവർക്ക് സൂര്യന് അർഘ്യം കൊടുക്കുക അഥവാ സൂര്യൻ തന്നെയാണ് സദാശിവൻ, ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവൻ്റെ അഭിഷേകം നടത്തുക, ഇതൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര ഈ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇവർക്ക് ശുക്രൻ ലഗ്നത്തിൽ ആണ്, സ്വക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു ആകർഷണീയത, മറ്റുള്ളവരിൽ നിന്ന് തങ്കലേക്ക് ഒരു ആകർഷണീയത കൂടും. സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അവരവരുടെ വ്യക്തിത്വത്തിലും കുറച്ച് ആകർഷണീയതയും ഒക്കെ വർദ്ധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ആദരവ് പിടിച്ചു പറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് തന്നെ അവരവരുടെ ജോലിയിൽ, പ്രൊഫഷനിൽ ഒക്കെ കൂടുതൽ എക്സൽ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നതാണ്. പുതിയ അവസരങ്ങൾ ജോലിയിലും മറ്റുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വ്യാപാര കാര്യങ്ങൾ, അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ കൂടുതൽ നേട്ടം ഉണ്ടാകാൻ സാധിക്കും. സാമ്പത്തികമായിട്ടും അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. വരുമാന വർധനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകും. ദാമ്പത്യത്തിൽ ഒക്കെ കൂടുതൽ സൗഹൃദമായിരിക്കും. പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ഒരു കാലമാണ് ഇത്. ഇവർക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക, അഥവാ മഹാലക്ഷ്മി സ്തവം ജപിക്കുക. അതുപോലെ ദീപം വൈകുന്നേരം സന്ധ്യാസമയത്ത് മഹാലക്ഷ്മിക്ക് ദീപം തെളിയിക്കുക. ഇതൊക്കെ ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തര. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുവിൻ്റെ ഈ ലഗ്നത്തിലെ സ്ഥിതി കാരണം അവരുടെ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വർദ്ധിത വീര്യം ഉണ്ടാകുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ പദ്ധതികൾ ആലോചിച്ച് ആക്കാനും മറ്റുമൊക്കെ അവർക്ക് കൂടുതൽ സാധിക്കുന്നതാണ്. അവരവരുടെ ജോലിയിൽ അഥവാ പ്രൊഫഷനിൽ തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും.
എന്നാൽ ഇവിടെ ഒരു ചെറിയ കുറവുള്ളത് 12ാം ഭാവത്തിൽ ആണ് ശുക്രൻ എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ ഒരു ആകർഷണീയത, ഒരു മങ്ങലും അതോടൊപ്പം തന്നെ പറയേണ്ടതാണ്. അതുപോലെ തന്നെ അനാവശ്യ ധൂർത്ത ചെലവ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പരമായിട്ടുള്ള ചില യാത്രകളുമൊക്കെ വേണ്ടി വരും. അത് സംബന്ധിച്ചും ഒക്കെ ചിലവുകൾ വരാവുന്നതാണ്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റൊന്നും ഇല്ല, എങ്കിലും കുറവ് കൊണ്ടുണ്ടാകുന്ന ചില ക്ഷീണവും മറ്റുമൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുരുവിന് അഥവാ വ്യാഴഗ്രഹത്തിന് ശാന്തി ഹോമാദികൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഗുരു സ്ഥാനീയരായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്ത് അവരെ പ്രദക്ഷിണ നമസ്കാരം ചെയ്യുന്നതും അവരുടെ അനുഗ്രഹം തേടുന്നതും വളരെ നല്ല കാര്യമായിരിക്കും. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് കർമ്മഭാവത്തിൽ, അതായത് 10ാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നു. അത് വളരെ നല്ലതാണ്. കർമ്മഭാവം പുഷ്ടിപ്പെടും. ജോലിയിലും മറ്റുമൊക്കെ ചില പുരോഗതികളും അഥവാ ഉയർന്ന സ്ഥാനത്തേക്ക് എത്താനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ കൂടുതൽ നിങ്ങളിലേക്ക് ഉണ്ടാകും. നിങ്ങൾ പലതും പ്രവർത്തനശേഷി കൂടുന്നതായിട്ട് കാണും. പ്രവർത്തിച്ചതിൻ്റെ ഫലം ഉണ്ടാക്കുന്നതായിട്ടും ഈ പറയുന്ന മേലുദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഒരു തോന്നലുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയും നിങ്ങളിലേക്ക് ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ശുക്രൻ 11ാം ഭാവത്തിലാണ്. സാമ്പത്തികമായിട്ടും അനുകൂലമാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധിക്കും. ഉള്ള വരുമാന വർധനവും ഉണ്ടാകും. അതുപോലെ സുഹൃത്തുക്കളുടെ, അതുപോലെ തന്നെ പരിചയക്കാർ, അങ്ങനെയുള്ള സുഹൃത്ത് വലയത്തിൽ നിന്ന് ഉള്ള സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റില്ല, എങ്കിലും ചില മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പരിഹാരമായിട്ട് ശിവപൂജ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ശിവസഹസ്രനാമം ജപിക്കുക, ശിവന് ധാര ചെയ്യുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ പറയാവുന്ന പരിഹാരങ്ങളാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇത് ഈ 3 നക്ഷത്ര സമൂഹമാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ആത്മപരിശോധന വളരെ കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. കേതു ലഗ്നത്തിലാണ്. 9ാം ഭാവത്തിൽ സൂര്യൻ വരുന്നു. ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അതുപോലെ ഉച്ചത്തിലാണ് സൂര്യൻ, ലഗ്നപതിയായിട്ടുള്ള സൂര്യൻ ഉച്ചത്തിലായതുകൊണ്ട് അതിൽ നിന്ന് ഒരു രക്ഷ ഉണ്ടാകും. എങ്കിലും പല തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഉടലെടുക്കാനും അതുകൊണ്ട് അതിൻ്റെ പേരിൽ ശിരസ്സിന് കൂടുതൽ ചൂടുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചില പുതിയ മേഖലകൾ അന്വേഷിക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും വരാനില്ല, എങ്കിലും ചിലവുകൾ കുറച്ച് കൂടുതലാകും. അവ നിയന്ത്രിക്കേണ്ടതാണ്. അതിന് വേണ്ടതായ കരുതലെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചില കഷ്ടനഷ്ടങ്ങളോ കടങ്ങളോ ഒക്കെ പെരുകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ കുറച്ച് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടതായിട്ടുള്ള സമയമാണ്. ഇവർക്ക് ഒരു പരിഹാരം ആയിട്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രയോജനം ചെയ്യും. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ മുക്കാല്, അത്തം, ചിത്തിര അര, ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നത്. ഈ നക്ഷത്രക്കാരാണ് കന്നിക്കൂറ് എന്ന് പറയുന്നത്. കന്നിക്കൂറുകാർക്ക് ഭാഗ്യവും അതുപോലെ സഹായവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. ശുക്രൻ 9ാം ഭാവത്തിലാണ്. വിദേശ ബന്ധങ്ങളിലും അഥവാ വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദേശ ബന്ധത്തിൽ കൂടെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ നല്ലതാണ്. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ പിന്തുണ, അതുപോലെ പാർട്ട്നേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ഒരു പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് സ്ഥിതി കുറേശ്ശെ മെച്ചപ്പെടാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിൽ മുതിർന്നവരുടെ അഥവാ കാരണവന്മാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ അനുഗ്രഹവും പിന്തുണയും നമ്മുടെ പദ്ധതികൾക്ക് അവരുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദുർഗാപരമായിട്ടുള്ള ജപങ്ങളോ
അതുപോലെയുള്ള വഴിപാടുകൾ നടത്തുക, ഇതൊക്കെയും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജീവിതത്തിൽ, അതുപോലെ ജോലിയിലോ പ്രൊഫഷനിലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. ജോലിയിൽ ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ചില പഴയ കുടിശ്ശികകൾ ഉണ്ടായിരുന്നത് തിരിച്ച് കിട്ടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ധനാഗമം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്നതായിട്ട് കാണും. ചിലവുകൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില കടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റൊന്നുമില്ല, എങ്കിലും കുറച്ച് ക്ഷീണം, ശരീരക്ഷീണം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ് വേണ്ടത്. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇതല്ലെന്നെങ്കിൽ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ലക്ഷ്മി സ്തവം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പറയാവുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴവും തൃക്കേട്ടയും ചേർന്ന ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറ്. ബന്ധങ്ങളിൽ കുടുംബപരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലോ ഒക്കെ കൂടുതൽ ഒരു ഉറപ്പ് അവർക്കുണ്ടാകും. അവർക്ക് ആ ഒരു സൗഹൃദവും അതുമൂലമുള്ള സന്തോഷവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. 7-ൽ ആണ് ശുക്രൻ ആയതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലോ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ കൂടുതൽ സൗഖ്യം ഉണ്ടാവും. അഥവാ അങ്ങനെ വിഘടിച്ചു നിൽക്കുന്നവർക്ക് പരസ്പരം യോജിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. പങ്കാളിത്തത്തോടുകൂടി പാർട്ട്ണർഷിപ്പിൽ മുതലായിട്ടുള്ള അങ്ങനെയുള്ള ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്കും പല നേട്ടങ്ങളും ഉണ്ടാകും. വിദേശ ബന്ധങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും. വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ആരോഗ്യപരമായിട്ടും ഇവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. ആരോഗ്യം പൊതുവേ ശരീരസുഖം അനുഭവിക്കേണ്ട കാലമാണ്. ഇവർക്ക് ശിവഭജനവും അതുപോലെ തന്നെ ഹനുമാനെ ഭജിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാട് നടത്തുക, അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ മുതലായിട്ടുള്ളവ ജപിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ദുരിതത്തിൽ നിന്ന് ഉള്ള മോചനത്തിന് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറ് എന്ന് പറയുന്നത്. ധനുരാശിക്കാർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അത് വളരെ പരിശ്രമം നടത്തേണ്ടതായി വരും. ക്ഷമയോടുകൂടി അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കരകയറാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ വെല്ലുവിളികൾ കൊണ്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ അവരുടെ പ്രൊഫഷനിലോ ജോലിയിലും ഒക്കെ ഉണ്ടാകാം. ജോലിയിലാണെങ്കിലും അവർ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് ചില മത്സരങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഹയറപ്സുമായിട്ടും അഥവാ അതോറിറ്റീസുമായിട്ടും ഒക്കെയുള്ള ചില മത്സരങ്ങളോ ജോലി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അനുകൂലമാണ്. കടബാധ്യത കുറയ്ക്കാനുള്ള ചില പദ്ധതികൾ ഉണ്ടാകും. അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് കുറച്ച് ശാരീരിക ക്ഷീണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് വലിയ രോഗങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. രോഗമുള്ളവർക്കാണെങ്കിലും അതിൽ നിന്ന് ഒരു ചെറിയ വിമുക്തി ഉണ്ടാകാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇവർക്ക് 4-ാം ഭാവത്തിൽ ശനി ആയതുകൊണ്ട് കണ്ടകശനിയാണ്. ശനിയുടെ പ്രാർത്ഥന, ശനിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ഹോമം, ബലി മുതലായിട്ടുള്ളവ ചെയ്യുക, അഥവാ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക. ഇതും സാധിക്കാത്തവർക്ക് ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ദർശനം നടത്തുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ല ഗുണം ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1, 2 പാദം ചേർന്നതാണ് മകരക്കൂറ്. മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സൃഷ്ടിപരമായിട്ടുള്ള ചില കഴിവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ക്രിയേറ്റീവായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അവരുടെ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കും. അത് മറ്റുള്ളവർക്കോ ക്ലയൻസിനോ അല്ലെങ്കിൽ മറ്റ് അതോറിറ്റീസിനോ ഒക്കെ തൃപ്തികരമായിരിക്കും.
5-ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവർക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, മത്സരത്തിലുമൊക്കെ പങ്കെടുക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിലും പുതിയ സാധ്യതകൾ, അവനവൻ്റെ സ്വന്തം ആശയം കൊണ്ട് പുതിയ സാധ്യതകൾ തുറന്നു വരികയും അത് വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിലും മെച്ചം തന്നെയാണ്. കൂടുതൽ ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരവരുടെ സൃഷ്ടിപരമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ടുണ്ടാകുന്ന ധന നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണാം. കുടുംബത്തിലും ഒരു സുഗമമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഗണപതി ഉപാസന വളരെ നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, സ്വയമേവ ഗണേശ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ ഇവർക്ക് ഒരു നല്ല ഫലം കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരൂരുട്ടാതി, മുക്കാല്, 1, 2, 3 പാദങ്ങൾ ചേർന്ന നക്ഷത്രക്കാർക്കാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച വീടുമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ വീട് മാത്രമല്ല, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളിലും ചില അസ്വാരസ്യങ്ങളുണ്ടാകാം. അത് വെച്ചുകൊണ്ടുള്ള ചില ചിലവുകളൊക്കെ അവർക്ക് കൂടുതൽ ഉണ്ടാകും. ജോലിയിൽ സ്ഥിരതയുണ്ടെന്നുണ്ടെങ്കിലും ആ ജോലി ചെയ്യുന്നതും കുടുംബജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ ഇവർ കുറച്ച് പ്രയാസപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല. സാമാന്യമായിട്ടുള്ള വരുമാനവും അതിനനുസരിച്ച് മാത്രമുള്ള ചിലവും ഒക്കെ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളോ കടബാധ്യതകളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നെയ്വിളക്ക് വഴിപാടായിട്ട് നടത്തുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. മീനൻ രാശിക്കാർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാകും. അവരുടെ ലഗ്നത്തിൽ ശനിയും കുജനും ബുധനും ഈ രാശി ഒന്നിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും അതുപോലെ ജോലി സ്ഥാനത്തു നിന്നോ ഒക്കെ ചില സമ്മർദ്ദങ്ങളും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള ആ കഠിനാധ്വാനം കൊണ്ടുണ്ടാകുന്ന ഫലം അവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഇതുകൊണ്ട് അത് പ്രയോജനത്തിലേക്ക് അവർ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നാളേക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നതായിട്ടുള്ള കർമ്മങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. കൂടുതൽ ശ്രദ്ധ, അതുപോലെ തന്നെ സഹിക്കാനുള്ള സഹനശക്തിയും ഒക്കെ കൂടുതൽ കാണിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് കുറച്ച് ക്രമേണ മെച്ചപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുടുംബത്തിലുള്ളവർ ആയിട്ടുള്ള ബന്ധം ക്രമേണ മെച്ചപ്പെടും. അവരുടെ പിന്തുണയും ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ശനി ദോഷ നിവാരണത്തിനുള്ള സ്വന്തം ജപങ്ങൾ ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പഞ്ചാക്ഷരം നമഃശിവായ എന്ന മന്ത്രം കൃത്യമായിട്ട് ഉപാസന ചെയ്യുന്നതിൽ കൂടെ അവർക്കുണ്ടാവുന്ന ആത്മസംഘർഷങ്ങളും അന്തസംഘർഷങ്ങളും മറ്റുമൊക്കെ കുറയ്ക്കാനും വളരെ ഉപകാരപ്രദമാണ്. ഈ മേടമാസം 1-ാം തീയതിയാണ് വിഷു. സാധാരണഗതിക്ക് 14-ാം തീയതിയാണ്, ഏപ്രിൽ 14-ാം തീയതിയാണ് വിഷു വരുന്നത്. ഇത്തവണ അത് സംക്രമം പകലായതുകൊണ്ട് ഉദയത്തിന് വിഷു ഉദയത്തിന് വരുന്നത് അനുസരിച്ച് 15-ാം തീയതി രാവിലെയാണ് വിഷു കണി ദർശനവും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. വിഷു ദിനം എന്ന് പറയുന്നത് സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്നതാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ 360 ഡിഗ്രിയുള്ള സ്ഫിയറിനെ 30 വീതം ഉള്ള ഡിഗ്രികളാക്കി തിരിച്ചാൽ ഓരോന്നിനും 12 രാശികളുണ്ടാവും. അതിലെ ആദ്യത്തെ രാശിയായിട്ട് കണക്കിലെടുക്കുന്നത് മേടം രാശിയാണ്. ഈ മേടം രാശിയിൽ സൂര്യൻ വരുമ്പോഴാണ് അത് ഏറ്റവും ഉച്ചാവസ്ഥയിലെത്തുന്നത് എന്ന് മാത്രമല്ല, അത് ഉത്തരായന കാലത്തിൻ്റെ ഏതാണ്ട് പാരമ്യത്തിൽ, അതിൻ്റെ മധ്യത്തിലാണ് ഈ പറയുന്ന മേടം
മേടം രാശി വരുന്നത്. ആ സമയത്താണ് വസന്ത ഋതു തുടങ്ങുന്നതും. ഈ 2 മാസം വീതമാണ് ഓരോ ഋതു. അതിലെ വസന്ത ഋതു തുടങ്ങുന്നതും ഈ കാലം ആണ്. വാസ്തവത്തിൽ ഈ വസന്ത ഋതുവിലാണ് ഭൂമിയിൽ എല്ലാ തരത്തിലുള്ള ജീവനുകളും മുളയ്ക്കുന്നത് എന്നാണ്. എല്ലാ തരത്തിലുള്ള കാർഷിക സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും നമ്മുടെ സമ്പ്രദായമനുസരിച്ച് ഈ വിഷു വച്ചുകൊണ്ടാണ്. വിഷു ദിനം വെച്ചുകൊണ്ട് അതിനെ സംബന്ധിച്ച് അതിൻ്റെ ആ വിഷു ദിനത്തിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ആ ഒരു വർഷത്തെ കാര്യങ്ങൾ സാധാരണഗതിക്ക് ജ്യോത്സ്യന്മാർ പറയാറുണ്ട്. മഴ എങ്ങനെ സംഭവിക്കും, എങ്ങനെയാണ് അടുത്ത ഒരു വർഷക്കാലത്തേക്കുള്ള ഫലങ്ങളൊക്കെ ഇത് ഇവിടെ പറഞ്ഞു വരാറുണ്ട്. ഈ സൂര്യൻ്റെ പ്രാധാന്യമാണ്. എല്ലാം സൂര്യനാണല്ലോ. സൂര്യനിൽ നിന്നാണ് സർവ്വതും, അഥവാ ഗ്രഹങ്ങളുടെയൊക്കെ രാജാവായിട്ടിരിക്കുന്നത് സൂര്യനാണ്. ആ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മേടത്തിലാണ് അതിൻ്റെ ഉച്ചാവസ്ഥ. സൂര്യൻ നിന്നാണ് ജീവൻ്റെ ഉൽപ്പത്തി. അപ്പോൾ ആ സൂര്യൻ ഏറ്റവും ഉച്ചത്തിലിരിക്കുന്നതായിട്ടുള്ള മേടം മാസം അഥവാ മേടം രാശിയുടെ ആദ്യ ദിനമാണ് വിഷു ദിനം. അന്ന് അതിൻ്റെ പ്രത്യേകതയും രാത്രിയും പകലും 12 വീതം മണിക്കൂർ ആണ് എന്നുള്ളതാണ്. ഒരു കാലത്ത് ഈ വിഷുദിനവും വിഷുവൽ ദിനവും ഒരുപോലെയായിരുന്നു ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ്. ഇന്നത് കുറച്ച് അയനാംശം ത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് അത് മാർച്ച് 21 എങ്കിലും സങ്കല്പമനുസരിച്ച് ഈ പറയുന്ന ഉത്തരായനത്തിൻ്റെ മധ്യകാലവും വസന്ത ഋതുവിൻ്റെ ആരംഭവും ഒക്കെയാണ് വിഷു. കാർഷികമായിട്ടുള്ള ഒരു ജീവിതം അനുസന്ധാനം ചെയ്തിരുന്ന പ്രത്യേകിച്ച് കേരളീയർക്ക് ഈ വിഷുദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഷുദിനം അവർ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്നു. അന്നേ ദിവസം ആദ്യമായിട്ട് കണി കാണാൻ തക്കവണ്ണം എല്ലാ തരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ, ചക്ക, മാങ്ങ മുതലായിട്ടുള്ളവ, അതുപോലെ തന്നെ സ്വർണം, മറ്റ് ധാന്യങ്ങൾ ഇവയൊക്കെ വെച്ച് അതുപോലെ ശ്രീകൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ സ്വന്തം ഗണപതി മുതലായിട്ടുള്ള ഇതര വിഗ്രഹങ്ങളോ ഒക്കെ വെച്ച് വിളക്കെല്ലാം കത്തിച്ച് ആദ്യമായിട്ട് ആ വിഷു കണി ദർശനം നടത്തുക. അന്നേ ആ വർഷം മുഴുവൻ തന്നെ ആ മേടം മുതൽക്കുള്ള മീനം വരെയുള്ള 12 മാസക്കാലം മുഴുവനും ഇതുപോലെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ കണി ദർശനം നടത്തുക തന്നെയാണ് വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കുടുംബത്തിലെ മൂത്തയാൾ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക. പഴയ കാലത്ത് സ്വർണ്ണ നാണയങ്ങളോ വെള്ളി നാണയങ്ങളോ ഒക്കെ ആയിരുന്നു. ഇന്ന് അതിനനുസരിച്ച് പണം കൊടുക്കുക, സന്തോഷിപ്പിക്കുക. ഇതൊക്കെയും അതുപോലെ ധാന്യ സമൃദ്ധി വരട്ടെ എന്നുള്ള ആശംസയോടുകൂടിയാണ് ഈ വിഷു കൈനീട്ടം കൊടുക്കുന്നത്. അതിനുശേഷം വിഭവ ഉള്ളി മുതലായവ കഴിഞ്ഞ് ഈശ്വര ദർശനം, ക്ഷേത്ര ദർശനം മുതലായവ ചെയ്തിട്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ, ഇതും ഈ വിഷുവിൻ്റെ ഭാഗമാണ്. ഈ അന്നേ ദിവസം പോലെ, ആ വിഷുദിനം പോലെ ആ വർഷം മുഴുവനും സമ്പൽ സമൃദ്ധമാകട്ടെ ജീവിതം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി, ആ ഒരു സങ്കല്പത്തോടു കൂടിയാണ് വിഷുവിനെ നമ്മൾ ആചരിച്ചു വരുന്നത്. നമസ്കാരം.